ആളുകൾക്ക് കാൽപന്ത് എന്ന് പറഞ്ഞാൽ അത് ജീവിതമാണ്, അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, വികാരമാണ്. നമ്മൾ എവിടെ തിരിഞ്ഞാലും ഒരു ഫുട്ബോൾ ടർഫ് കാണാൻ പറ്റും, ഇന്ന് പ്രത്യേകിച്ച്. പിന്നെ സെവൻസ് ടൂർണമെന്റ് ഒക്കെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പം അങ്ങനെയുള്ള ആ കാൽപന്താണ് ഈ പന്തൽച്ചാൻ വീഡിയോന്റെ ഒരു പ്രധാനപ്പെട്ട താരം. നമുക്കപ്പം ഇപ്പം അതിഥികളായി ചേരുന്നത് ബേബി ജീനുണ്ട്, റാപ്പറാണ്. അതോടൊപ്പം തന്നെ മൂസിൻ പരാരി ഉണ്ട്, ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, സംവിധായകനാണ്. ഇതിന്റെ എല്ലാം പിന്നിൽ മൂസിനാണുള്ളത്. അതോടൊപ്പം തന്നെ അജ്മൽ പഴേരി കൂടിയുണ്ട്. അജ്മൽ ഞങ്ങളുടെ മാതൃഭൂമിയുടെ ലേഖകനാണ്, മലപ്പുറത്താണ് ജോലി ചെയ്യുന്നത്. അപ്പം 3 പേർക്കും സ്വാഗതം. ആദ്യം മൂസിനിലേക്കാണ്. ഇപ്പൊ പാട്ട് ഞങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുക, ഞങ്ങൾ മാത്രമല്ല കേരളം മുഴുവൻ കേട്ടോണ്ടിരിക്കുകയാണ്. എവിടെ തിരിഞ്ഞാലും ഈ പാട്ടാണ് കേൾക്കാൻ കഴിയുന്നത്. അപ്പം ഒറ്റ വരി പറഞ്ഞ മലപ്പുറത്തിന്റെ മൊഞ്ചുള്ള പാട്ട്, ഇങ്ങനെ ഒരു പാട്ട് ചെയ്യണമെന്ന് തോന്നാൻ കാരണം എന്താ? അത് തല്ലുമാലയുടെ ആൽബം വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഐഡിയ വന്നതാണ്. പന്തൽച്ചാൻ പോവാന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയ ചെയ്യാമെന്നുള്ളൊരു ആശയം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തല്ലുമാല കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ കുറച്ച് മലബാർ റീജിയനിലുള്ള ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റുകളുടെ ഒരു എമർജൻസി ഉണ്ടായിരുന്നു. അപ്പോ അവരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള അവരോട് വർക്ക് ചെയ്താൽ ഇത് ഐഡിയ കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാവുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും അവരെന്ന് അറിയാവുന്നതുകൊണ്ട് അവരുടെ അടുത്ത് ഇത് ബൗൺസ് ചെയ്യുക. അപ്പൊ അവർക്കും ഭയങ്കര താല്പര്യം വന്നു. ഡാബ്ജി, ബേബി, MHR അവർക്കൊക്കെ ഭയങ്കര താല്പര്യം വന്നു. അങ്ങനെ ജോക്കറും ഓൺ ബോർഡ് വന്നു, റെയ്ത്ത് വന്നു. അങ്ങനെ അത് പിന്നെ അതങ്ങനെ ചെയ്യായിരുന്നു. അപ്പൊ അത് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റിയത്. ട്രാക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ട് അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന കാര്യമായിരുന്നു. ഞാൻ രണ്ട് തവണ മൂസിൻ മനസ്സിലാവാത്ത ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം ഈ മലപ്പുറത്തെ സ്ലാങ് നമ്മൾ എപ്പോഴും പറയും ആൾക്കാർക്ക് തിരിയില്ല എന്ന് പറയും. അപ്പൊ മലപ്പുറത്തെ ആൾക്കാർക്ക് മനസ്സിലായാലും ബാക്കിയുള്ള ആൾക്കാർക്ക് അവർ നട്ടം തിരിഞ്ഞു പോകും, അവർക്ക് മനസ്സിലാവില്ല എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, ആക്ച്വലി എന്താ വെച്ചാൽ നമ്മളിപ്പോ കുറച്ച് സിനിമകളും കാര്യങ്ങളൊക്കെ ആ ഒരു പെർട്ടിക്കുലർ റീജിയനിൽ ചെയ്യുകയും അങ്ങനത്തെ ആ ഡയലക്റ്റിലൊക്കെ ഉള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഇവിടെ പോപ്പ് കൾച്ചറിൽ വളരെ സ്ഥാനം നേടുകയൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോ ഡിജിറ്റൽ മീഡിയയിലൊക്കെ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം റീലുകളിലൊക്കെ കൂടെയൊക്കെ ആണെങ്കിലും ആളുകൾ വളരെയധികം ഒരു നിരന്തരമായിട്ട് ഈ സ്ലാങ്ങുമായിട്ടുള്ള സമ്പർക്കം ഒരു പൊതുജനത്തിനുണ്ട്. അത് ഇപ്പോൾ ആ സ്ലാങ്ങിനെ ബേസ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ആ ഡയലക്റ്റിൽ എഴുതിയിരിക്കുന്ന പാട്ടുകളോ അല്ലെങ്കിൽ അവിടെ നിന്ന് വന്നിരിക്കുന്ന മ്യൂസിക്കോ സോങ്സോ ഒക്കെ തന്നെ അതിന്റെയൊക്കെ പോപ്പുലാരിറ്റിയും അതുണ്ടാക്കുന്ന നമ്പേഴ്സും അത് ജനറേറ്റ് ചെയ്തിരിക്കുന്ന നമ്പേഴ്സ് ഒക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ വലിയ ആശങ്ക ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ആളുകൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രോഡ് ഹാർട്ടഡ്നെസ് തന്നെയാണ് പൊതുജനം ഇപ്പൊ അങ്ങനെ തന്നെയാണുള്ളത്. എല്ലാറ്റിനെയും സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ആൾക്കാർക്കുണ്ട്. അതുകൊണ്ട് അങ്ങനെ വലിയ ആശങ്ക ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ അപരിചിതത്വം എന്ന് പറയുന്നത് അതില്ലാതെയാവുക നിരന്തര സമ്പർക്കത്തിലൂടെയാണല്ലോ. അപ്പൊ അതങ്ങനെ നിരന്തരമായി ഇങ്ങനത്തെ സൃഷ്ടികൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ തന്നെ അങ്ങനത്തെ ഒരു ആ ഒരു വ്യത്യാസം ഉണ്ടാവാതെ പോകും അല്ലെ? അജ്മൽ, ഇപ്പം അജ്മലിന്റെ വീട് കൊണ്ടോട്ടിയാണ്. അപ്പം ഒരുപക്ഷെ ആദ്യം തന്നെ കേട്ടപ്പോ ഈ പാട്ട് തിരിഞ്ഞു കാണും, പക്ഷെ തിരിയാത്ത കുറെ ആൾക്കാരുണ്ടാവും അല്ലെ? അങ്ങനെ അതെ, നമ്മള് ഈ തിരിയുന്നവന് തിരിയും, അല്ലാത്ത നട്ടം തിരിയും എന്ന് പറയാമല്ലോ. സംഭവം അത് തന്നെയാണ് ഈ പാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരു മലപ്പുറത്തിന്റെ ഒരു താളം അല്ലെങ്കിൽ പ്രാദേശികമായ മലപ്പുറത്തിന്റെ ഭാഷകളൊക്കെ മറ്റുള്ളവരെ പരിചയപ്പെടുത്താൻ ഈ പാട്ട് സഹായിക്കുന്നുണ്ട്. ഇപ്പോ അല്ലെങ്കിൽ മലപ്പുറം ലാംഗ്വേജിനെ ഇപ്പൊ മൂസി നേരത്തെ പറഞ്ഞു, പരിചിതമല്ലാത്ത ഒന്നിനെ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അത് പരിചയമാവുമെന്ന് പറയുന്നത്. അതുപോലെ മലപ്പുറത്തിന്റെ ഒരു ഭാഷ ഒരു ഗ്ലോബലൈസ് ചെയ്യാൻ ഈ പാട്ട് സഹായിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചില വാക്കുകളും ചില പ്രയോഗങ്ങളൊക്കെ ഇങ്ങനെ ഇനി മലയാളത്തിന്റെ ഡിക്ഷണറിയിൽ ഉപയോഗപ്പെടുത്താൻ അല്ലെങ്കിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഈ പാട്ട് സഹായിക്കുന്നു വിശ്വസിക്കുന്നു. ഇപ്പൊ ചില വരികളൊക്കെ ഉണ്ട്. ഇപ്പം ഈ തുടക്കത്തിൽ തന്നെ ഇപ്പൊ ബേബി ജീന്റെ ചില വരികളൊക്കെ ഉണ്ട്. അതൊക്കെ അതിഗംഭീരമായി മലപ്പുറത്ത് നമ്മൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില വാക്കുകൾ. അത് പക്ഷെ നമ്മള് ഇങ്ങനെ ഒരു പാട്ടിലേക്ക് എത്തിക്കാൻ പറ്റുമായിരുന്നോ എന്ന് ചോദിച്ചാൽ നമ്മളൊന്നും ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ വരികൾ വരുമെന്ന്. ബേബി ജീൻ എന്തായാലും ശരിയായിട്ടുണ്ട്. ബേബി ജീൻ, ആദ്യം ഞാൻ ചോദിച്ചിട്ട് ഈ പേര് ശരിക്കുള്ള പേരാണോ ഈ ബേബി ജീൻ? അതെ, പേര് ശരിക്കുള്ളതാണ്, പേര് വെറുതെ അല്ല. അങ്ങനെയല്ല, ആദ്യം ശരി ബേബി ജീൻ ആണോ അച്ഛനും അമ്മയുടെ പേര് അതാണോ? അല്ലല്ല, അച്ഛനും ഇട്ടത് ഹാബിഷ് റഹ്മാൻ എന്നൊരു പേരുണ്ട്. അത് പിന്നെ അങ്ങനെ വിളിച്ച് നമ്മുടെ നാട്ടിലൊരു പേരുണ്ടാവുമല്ലോ ഓരോരുത്തർക്ക് ഒരു വിളിപ്പേര്. ശരിക്കുള്ള പേര് പോലെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബേബി ബാബി എന്നൊക്കെ ആയിരുന്നു എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിരുന്നു, നാട്ടിൽ വിളിച്ചിരുന്നു. എൻ്റെ വീട്ടിൽ നാട്ടിലും ഹാബിഷ് എന്ന പേര് എനിക്കുണ്ട് എന്നുള്ളത് അറിയുന്നവർ വളരെ കുറവാണ്. അപ്പം
എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആർട്ടിസ്റ്റ് നെയിം അല്ല, എൻ്റെ പേര് തന്നെയാണത്. അല്ല ഞാൻ ചോദിച്ചത് ഇപ്പൊ ഈ ബേബി ജീൻ, ആ ജീൻ എവിടെ നിന്ന് വന്നു? അപ്പൊ ബേബി എന്നുള്ളത് വിളിപ്പേരായിരുന്നു, ജീൻ സ്വന്തം തെരഞ്ഞെടുത്താണോ? ജീൻ എവിടുന്നോ കയറി തിരിഞ്ഞു വന്നാണ്, അത്. പക്ഷെ അത് അങ്ങ് ഹിറ്റായല്ലേ? അതെ, വിശ്വസിക്കാം അല്ലേ? ഇനി എവിടെ ഹിറ്റ് ആവാനാണ്? ഈ വർഷം തുടങ്ങുക തന്നെ ബേബി ജീന്റെ മറ്റേ കയ്യിൽ നിന്ന് തുടങ്ങിയതാ, ഇപ്പോഴും ഹിറ്റ് ആയിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കല്ലേ. ഇതിൽ കൂടുതൽ എങ്ങനെയാ ഹിറ്റ് ആവാൻ പറ്റുക? അതെ, ഓടട്ടെ. ഇപ്പം ഈ പണ്ട് മലപ്പുറത്ത് എവിടെയാണ് വീട്? അത് ചങ്ങരംകുളം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ബേസിക്കലി ഒരു പൊന്നാനി കൾച്ചറൽ പരിപാടിയായിട്ട് വരും. പണ്ട് പന്തലിച്ചാൻ പോയിരുന്നോ കുറെ? ഇഷ്ടമാവും പോലെ. അതാണ് അതിൻ്റെ ഒരു ബേസിക് പരിപാടിയാണ്. എനിക്ക് മൂസിക്ക ഈ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മൈൻഡിൽ വന്നു ഓടിയത്. അപ്പം പിന്നെ കുറേ കാലം, അതായത് ഇങ്ങോട്ട് വന്നതിനൊക്കെ ശേഷം, ഇങ്ങോട്ട് വന്നതിനില്ല കുറച്ചും അതിൻ്റെ മുമ്പേയും പിന്നെ അങ്ങനെ കളിക്കാനൊക്കെ പോലൊക്കെ നിന്നു. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ തൊട്ട് മുമ്പുള്ള കാര്യങ്ങൾ വരെ എനിക്ക് വന്നുള്ളൂ. പക്ഷെ അതുവരെയുള്ള എല്ലാം പെട്ടെന്ന് ഉള്ളിൽ വന്ന് ഓടുകയും ചെയ്തു. അത് എഴുതുന്ന സമയത്ത്, എഴുതാൻ വേണ്ടി ചിന്തിക്കുന്ന ഒരു സമയത്ത് എഴുതിയെ പറ്റി അതിലൊരു വരിയുണ്ട് ബേബി ജീൻ പാടിയ, അതായത് സെന്റർ കളിച്ചാൽ മെയിൻ ആവില്ല. അങ്ങനെയൊക്കെ എങ്ങനെയാ വരി എഴുതാൻ പറ്റുക? സിമ്പിളായിട്ടുള്ള കാര്യമില്ലേ, നമ്മൾ പറയുന്ന കാര്യമാണ്. അതായത് അത്രയും സിമ്പിളാണ്. സെൻറ്റർ കളിച്ചാൽ മെയിൻ ആവാലോ എന്നുള്ള കാര്യം ഒരു ചെറുപ്പത്തിൽ വരുന്ന ഒരു സാധനമാണ്. അപ്പോൾ വലുതായി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പറഞ്ഞോളണമെന്നില്ല ഒരാളോട്. നമ്മളത് ചെറുതായിരിക്കുമ്പോഴൊക്കെയാണ് നമ്മളൊരാളെടുത്ത് പറയുക, അത്രയും ചെറിയ തോട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ആ ഒരു ചെറിയ തോട്ടുകളാണ് ആ ഒരു എന്നെ എഴുതാൻ സഹായിച്ചത്. ഇപ്പം ഈ പാട്ട് ഈ പന്തലിച്ചാൻ ഇറങ്ങിയതിന് ശേഷം ഈ നാട്ടിലൊക്കെ പണ്ട് ഫുട്ബോൾ കളിച്ചിരുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ വിളിച്ചോ, അയ്യോ അത് നമ്മൾ ചെയ്ത കാര്യങ്ങളല്ലേ എന്ന് പറഞ്ഞിരുന്നോ? അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ കുറവാണ്. കാരണം ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സിനായിരിക്കും ഞാൻ എഴുതിയ കാര്യങ്ങൾ ആദ്യം മുതലേ, അതായത് ഇപ്പം എൻ്റെ ഫസ്റ്റ് ട്രാക്ക് മുതലേ കണക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യൽ കുറവാണ്. മേ ബി അത് എൻ്റെ അടുത്ത് ഷെയർ ചെയ്ത് ഞാൻ കളിയാക്കും പേടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു അബദ്ധമാവോ, അല്ലെങ്കിൽ അത് അല്ലാതെ അത് മനസ്സിലാവാഞ്ഞിട്ടല്ലെന്ന് എനിക്കറിയാം. അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, ഒരു 2-3-4 ഫ്രണ്ട്സിലപ്പം എൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട്. അപ്പോൾ അവനൊക്കെ ഇങ്ങനെ പറയും, ശരിക്ക് കിട്ടുന്നുണ്ട് സാധനങ്ങൾ. പക്ഷെ അത് വല്ലപ്പോഴേ പറയുള്ളൂ, അല്ലാതെ നമ്മളങ്ങനെ വിളിച്ച് എടാ ആ വരി നന്നായിരുന്നു, ഈ വരി അങ്ങനെയൊന്നുമില്ല. നമ്മൾ വർത്തമാനം പറഞ്ഞതിൻ്റെ കൂടെ എടാ ആ പറഞ്ഞത് ശരിയായിട്ട് അങ്ങനെയൊക്കെ റാൻഡം ആയിട്ട് അവർ വല്ലാതൊരു കോംപ്ലിമെൻറ്റ്, അങ്ങനെ നമ്മൾ അങ്ങനത്തെ ഒരു ബന്ധമല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇടയ്ക്ക് കിട്ടും, ഇതന്ന് പറഞ്ഞിരുന്നത് ഈ അങ്ങനത്തെ ഒരു രസത്തിലൊക്കെ ഇങ്ങനെ അറിയാൻ പറ്റും. ശരി, പാട്ട് പാടിക്കേണ്ടതാണ്. ഞാൻ ചോദിച്ചോട്ടെ, ബുദ്ധിമുട്ടാവോ? ബുദ്ധിമുട്ടാവും, വയ്യ. നമുക്ക് പാട്ടിനെ കുറിച്ച് പറയാം, പാട്ട് നമുക്ക് കേൾക്കാലോ. ആ ശരി. ഓ വേണ്ട, കരയും ഞാൻ. എന്താ കരയാനെന്താ? പാട്ടല്ലേ, എല്ലാരും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കല്ലേ. ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ ബേബി ജീൻ സ്ക്രീനിൽ വരുമ്പം അതിന്റെ 2 വരിയെങ്കിലും കേൾക്കണം എന്ന്? അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പാട്ടുകാരൻ എന്നുള്ള സാധനം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നാണമാണ്. അങ്ങനത്തെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാനവർ എഴുതി വെച്ചത് റെക്കോർഡ് ചെയ്യാൻ ഓടിപ്പോവാന്നുള്ളൊരു പരിപാടിയാണ്. അല്ലാതെ ഇപ്പം ഈ കോൺസേർട്ട് ആണെങ്കിലും നമ്മൾ പെർഫോമൻസ് പരിപാടി എന്നല്ലാതെ എന്നെ കൊണ്ട് പാടാൻ കഴിയില്ല. മൂസൻ അങ്ങനെയാണോ? ബേബി ജീൻ അങ്ങനെയാണോ? ഭയങ്കര നാണല്ല, ഷൈ ആണോ? നമ്മളെ പറ്റിക്കാണോ? അല്ലല്ല, ഓന് അങ്ങനെ പാട്ടിപ്പോ എന്തായാലും ഓന്റെ കംഫർട്ട് അനുസരിച്ചല്ലോ പാടാ. അല്ല, ഞാനിപ്പോ ഈ പാട്ടാണെങ്കിലും അങ്ങനെ ഈവൻ കുളിക്കുമ്പോ പോലും പാടി നോക്കിയിട്ടില്ല. ഞാൻ എഴുതിയൊരു പാട്ട് കുളിക്കുമ്പോ പാടില്ല, ഇവിടെ പാടാൻ 2 വരി പറ്റുമോ? ഔ, നമുക്ക്
അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ തോന്നുന്നുണ്ട്. അതായിരിക്കും നല്ലത്. അതങ്ങനെ ഒരു പാട്ട് പാടൽ. ശരി ശരി, ഞാൻ നിർബന്ധിക്കണില്ല. മൂസൻ, ഇപ്പം നമ്മൾ പറയും ഇപ്പം പണ്ടൊക്കെ എൻ്റെ വീട് എൻ്റെ തറവാട് മലപ്പുറത്താണ്. അപ്പം അവിടെ ഈ ആ സ്ലാങ് ശരിക്കും മലപ്പുറത്തെ ഈ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ കളിയാക്കുമായിരുന്നു. അവരൊക്കെ നമ്മൾ ഈ അച്ചടി ഭാഷയുടെ ആ ലൈനിലേക്ക് കൊണ്ടുവരാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പൊളിച്ചെഴുതുകയാണ് ശരിക്കും നമ്മളിപ്പോൾ, അല്ലേ? ഒരു മലബാറി കൾച്ചർ, ആ ഒരു ലാംഗ്വേജ് ഒക്കെ അതിനെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാണ്. അങ്ങനെ കൊണ്ടുവരുന്നില്ലേ, നമുക്ക് ഇതേ കജ്ജുള്ളൂ എന്നുള്ളതിന്റെയാണ് ഇതിന്റെ യാഥാർത്ഥ്യം. നമ്മളെ കിടന്ന് നന്നാക്കണ്ട, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോയിക്കോട്ടെ എന്നൊക്കെ പറയുന്ന മാതിരി ഒരു പരിപാടി പിടിക്കുന്നതാണ്. അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ കൂടുതൽ ഉണ്ടായതുകൊണ്ട് അവർക്കും മനസ്സിലാകുന്നുണ്ട്. അതങ്ങനെ ഇപ്പോ അത് വർക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ അതായത് ഇപ്പൊ ഈ നമ്മള് ഡെയിലി വർത്തമാനം പറയണ ഒരു പാട്ട് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളൊരു ഉറപ്പ് അങ്ങനത്തെ പാട്ട് നമ്മളെ കൾച്ചറിൽ ഉണ്ട് താനും. ഒരുപാട് ഉണ്ടായിരുന്നു. ഒരുപാട് 400-500 വർഷങ്ങളായിട്ട് അവിടെ റീജിയനിൽ അങ്ങനത്തെ നമ്മുടെ ഡിക്ഷനിൽ ആ ഡയലക്റ്റിലൊക്കെ സോങ്ങുകളും ലിറ്ററേച്ചറും പോയട്രി ഒക്കെ ഉണ്ടല്ലോ. അത് വാമൊഴിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. കുറെ ആൾക്കാർക്ക് അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവിടുത്തെ ഒരു സബ് കൾച്ചർ നിലനിൽക്കുക, അവിടുത്തെ ഒരു പോപ്പ് കൾച്ചറിൽ എപ്പോഴും ഇങ്ങനത്തെ പാട്ടുകൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഡിജിറ്റൽ മീഡിയ ഉണ്ടായതുകൊണ്ട് നമുക്ക് അത് എല്ലാവർക്കും എല്ലാ ലോകത്തിനും മൊത്തം അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് പിന്നെ പുതിയ ജനറേഷനും ഈ പറഞ്ഞ നല്ല എക്സ്പോഷറും മ്യൂസിക്കിലേക്ക് നല്ല എക്സ്പോഷർ ഉണ്ട്. അവർക്ക് നല്ല പാട്ടുകൾ അവർ കേട്ടിട്ടുണ്ട്. അപ്പൊ അവർക്കും ഒരു ലോക നിലവാരത്തിലുള്ള ഒരു വീഡിയോയെ പറ്റി നമ്മളിപ്പം ഈ പാട്ടിനെ കുറിച്ച് മാത്രം പറഞ്ഞ വിഷ്വലൈസേഷനെ കുറിച്ച് കൂടി സംസാരിക്കണം. മുസ്ലിം എത്ര ഭംഗിയായിട്ടാണ്, കാരണം മലപ്പുറത്തിന്റെ ഓരോ കാര്യങ്ങളും ആ വീഡിയോയിൽ മുഴുവൻ കാണാം. ഒരു സെക്കൻഡിലാണെങ്കിലും ശരി IM വിജയനും വന്നു പോകുന്നുണ്ട്. അപ്പം അത്രയും ആലോചിച്ച് അത്രയും ഗംഭീരമായിട്ടാണ് വിഷ്വലൈസ് ചെയ്തിട്ടുള്ളത്. ഗംഭീരമായിട്ടാണോന്ന് അറിയില്ല. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. പരമാവധി പരിശ്രമിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ ഫുട്ബോളുമായി റിലേറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്കൊക്കെ ഓർമ്മയിലുള്ള പരിസരങ്ങളിലൂടെയൊക്കെ കടന്നു പോവുക, അതിലൊക്കെ വിഷ്വലൊക്കെ ടച്ച് ചെയ്ത് പോവുക, അതുമായി കണക്ട് ചെയ്ത് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് പോവുക എന്നുള്ള പോലത്തെ കാര്യങ്ങളാണ് ആലോചിച്ചത്. അങ്ങനെ തന്നെയാണ്. അതിലിപ്പം മിസ്സായത് കളി കഴിഞ്ഞിട്ട് ഒരു പൊറാട്ട ബീഫ് അടിക്കണത് വെക്കാൻ പറ്റിയില്ല. കാലൊടിഞ്ഞ് കിടക്കണൊക്കെ ഉണ്ടായിരുന്നു. ഈ പൊറോട്ടയും ബീഫും മിസ്സായില്ലേ? അതെ. ACL ഇഞ്ചുറി എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതുകൊണ്ട് ഫുട്ബോളിന്റെ ഒരു ലിഗമെന്റ് സർജറി എന്ന് പറയുന്നത്, ലിഗമെന്റ് ഇഞ്ചുറി വളരെ ഫുട്ബോളിന്റെ ഒരു വിഭാജ്യ ഘടകം. അതെ, ആൾക്കാർക്ക് നൊസ്റ്റാൾജിയയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഇപ്പം ഞാൻ ബേബിജിനോട് പേര് വന്ന വഴി ചോദിച്ചു, അതുപോലെ തന്നെ മോസിനോടും ചോദിക്കാനുള്ളത് എങ്ങനെയാണ് ഈ മോസിൻ പരാരി മുറി ആയി മാറിയത്? മുറിജിനൽസ് ഒക്കെ ഇപ്പം ഭയങ്കര ഓളത്തിൽ പോകുന്നുണ്ടല്ലോ. അല്ല, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഫ്രണ്ട് മുനീഫാണ് എന്നെ അങ്ങനെ മൂരിന്ന് അങ്ങനെ പേരിട്ട് അങ്ങനെ ഷോർട്ട് ചെയ്ത് വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതങ്ങനെ പിന്നെ കൂട്ടുകാരും പിന്നെ ഇഷ്ടമുള്ളവരും വെറുക്കുന്നവരും ഒരേപോലെ വിളിച്ചിട്ടുണ്ട് ആ പേര് എന്നുള്ളതുകൊണ്ട് അതങ്ങനെ വെച്ചേക്കാന്ന് വിചാരിച്ചു. ശരി, ബേബിജിനോട് ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കണം, പാട്ട് പാടാനുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി ആ വീഡിയോയുടെ മറ്റൊരു ഭാഗം കാണിക്കുക. ഏതാ വേണ്ടേ? എന്നാ പിന്നെ വീഡിയോ കാണിച്ചേക്കാം, അതല്ലേ നല്ലത്. ഞങ്ങൾക്ക് അതല്ലേ നല്ലത്. ബേബിജി, ഇപ്പം നമ്മുടെ കുറെ ആൾക്കാരുടെ, കേരളത്തിലെ ആൾക്കാരുടെ പ്ലേലിസ്റ്റിൽ എടുത്തു നോക്കിയാൽ ബേബിജിന്റെയും ഡെബ്സിയുടെ ഒക്കെ പാട്ടുകളാണ് ഫസ്റ്റ് 1, 2, 3 ആയിട്ട് കിടക്കണേ. ബേബിജിന്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ ആരുടെ പാട്ടായിരിക്കും ഉണ്ടാവുക? എന്റെ പ്ലേലിസ്റ്റ് നോക്കിയില്ല. ഫസ്റ്റ് KG മാർക്കോസ് കാണാ. അത് പറഞ്ഞിട്ടുണ്ടോ? ഇത് പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ടോ? കേക്കാം. എൻ്റെ ഒരു പ്ലേലിസ്റ്റ് നമ്മള് ബ്രോഡ്വേയിൽ പോയ പോലെ ഇരിക്കും. അതില് പുറത്തത്തെ ആർട്ടിസ്റ്റ് ഉണ്ടാവും, ഇവിടുത്തെ നമ്മുടെ ഇപ്പൊ ഈ പഴയ ആർട്ടിസ്റ്റുകളുണ്ട്, പിന്നെ പുതിയ ആർട്ടിസ്റ്റുകളുണ്ട്. അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഞാനൊരാളെ കൊണ്ടുപോയിട്ടിട്ടില്ല. ബട്ട് സ്റ്റിൽ മാർക്കോസ് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ KG മാർക്കോസ്. അപ്പം അതിൻ്റെ ഒരു പല രീതിയിലുള്ളൊരു മിശ്രിത പ്ലേലിസ്റ്റാണ് എൻ്റെ. ആക്ച്വലി അത് ഓരോ പർപ്പസ്ഫുള്ളി അല്ലെങ്കിൽ ഓരോ സമയത്ത് ചിലപ്പോൾ കേൾക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ. എന്തോ ചോദിക്കണ്ട്, കേട്ടില്ല. എന്റെ പ്ലേലിസ്റ്റ് പേര് എന്ത് ബസ്? പ്ലേലിസ്റ്റിന്റെ പേരാ ചോദിക്കണേ. കവിത ബസ്. അത് കവിത ബസ് പറഞ്ഞിട്ട് ഞാൻ ഒരു പ്ലേലിസ്റ്റ്, അത് ഞാനൊരു ഇപ്പോഴും അത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇവിടെ വസീംക്കൊക്കെ ആയിട്ട് മെല്ലെ ചെറിയൊരു ഉറക്കമൊക്കെ പാസ്സാക്കി അത് ഒരു ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് ചോറ് തിന്നണം. ചോറ് തിന്നിട്ട് ഉറങ്ങാൻ പറ്റിയ ഒരു പ്ലേലിസ്റ്റാണ്. അപ്പം അത് അവിടെ കഴിഞ്ഞ്. അതുപോലെ
അത് ഇത് ഓരോ മൂഡിനും ഓരോ പാട്ടാണ്. പിന്നെ കൂടുതലും കേട്ടിട്ടുണ്ടാവുക ഇത് തന്നെ ആയിരിക്കും, ഈ കവിതാ ബസ് എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് ആയിരിക്കും. ശരി, ഇപ്പൊ ഈ അതിലെന്തുള്ളതെന്ന് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നു, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാൻ ചോദിച്ചിട്ട് ഇപ്പൊ ഈ ഹിപ്പ് ഹോപ്പ് അല്ലാതെ വേറെ ഒരു ഇതും പാടി കേട്ടിട്ടില്ല, അതൊക്കെ പാടാറുണ്ടോ ബേബി ജീൻ? ഞങ്ങൾക്ക് പാടണം എന്നല്ല ഞാൻ പറഞ്ഞ, അല്ലാതെ. എന്തായാലും ഞാൻ ഇവിടെ പാടാൻ പോകണില്ല, എന്നെ പലതും പറഞ്ഞ് നിങ്ങൾ പറ്റിക്കാൻ നോക്കണ്ട. ഇല്ല, ഞാൻ ചോദിച്ചില്ലല്ലോ, ഞാൻ വേറെ എവിടെയെങ്കിലും പാടാറുണ്ടോ എന്നല്ലേ ചോദിച്ചുള്ളൂ. എങ്ങനെയാണ് ഒരു സിനിമാ നടന്റെ ഇന്റർവ്യൂ എടുക്കാൻ നിങ്ങൾ അഭിനയിച്ച് കാണിക്കുന്നൊക്കെ പറയോ? ഞാൻ ചോദിക്കാം, അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ എന്റെ കാര്യം ചോദിക്കും. ഇപ്പൊ ഒരു പാട്ടുകാരൻ എന്റെ മുമ്പിൽ ഇരിക്കുകയാണ്, അപ്പൊ 2 വരി പാടാൻ ചോദിച്ചില്ലേ ഞാൻ എന്റെ ജോലി ചെയ്യണ്ടോ എന്ന് ചോദിക്കില്ലേ ആൾക്കാര്? അതാണ്, അത് നമ്മൾ മാറ്റിയെടുക്കണത്. പാട്ടല്ല, പാട്ടിനെ കുറിച്ച് പറയാം. എന്തായാലും ഇത് തിരിയണില്ല, തിരിയാത്ത പാട്ട് എന്നൊക്കെ പറയാനുള്ള. അപ്പൊ പാട്ടിൽ എന്താണ് എഴുതിയെന്നുള്ള ചർച്ച ചെയ്യാം നല്ല അടിപൊളിയായിട്ട്. അത് പിന്നെയും പാടി കഴിഞ്ഞാൽ കോമഡി ആവൂല. ഒന്നാമത് ബേസിക്കലി നാണാണ്, അത് മനസ്സിലാക്കണം. അപ്പൊ അതിന്റെ കൂടെ ഇത്ര കുറെ പാട്ട് പറഞ്ഞു പോവാണെങ്കിൽ കുറെ ഞാൻ കുറെ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടോ ബേബി ജിൻ? നാളാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് വിശ്വസിക്കാൻ വലിയ പ്രയാസമാണ്. കാരണം ഇറങ്ങി കേറി അതിനെ തിരിയുന്നത് എല്ലാ റീൽസ് ഒക്കെ ഞങ്ങൾ കാണുന്നതാണ്, ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യണം. അപ്പൊ നാളാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. ഓ ശരിക്കുമാണ്. പാടാനേ പെട്ടില്ലാതെ ഒന്നും പാടാൻ കഴിയൂല. അങ്ങട് ഒരു പെട്ടി വേണം പാടണമെങ്കിൽ. ഒരു അവസ്ഥ ഇപ്പം തമിഴ്നാട്ടിലെ അറിവുമായിട്ടും അതോടൊപ്പം തന്നെ അങ്ങനെ കുറെ വേടനുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്തു. ഇപ്പം നമ്മൾ 2019 ബോളിവുഡിൽ ഗല്ലി ബോയ് വന്നു. അപ്പൊ അതൊരു വലിയ മാറ്റം കൊണ്ടുവന്നു ഹിപ്പ് ഹോപ്പ് സംഗീതത്തിനെ സംബന്ധിച്ച്. അപ്പൊ അതുപോലെയുള്ള ഒരു മാറ്റം കേരളത്തിലും ഒരു സ്വീകാര്യത വരുന്നുണ്ട്. ഇതൊക്കെ എന്ത് പാട്ടാണ്, ഇതൊക്കെ എന്താ അവർ പാടുന്നത്, അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ മാറി തുടങ്ങി എന്ന് തോന്നുന്നുണ്ടോ മോസിന്? അല്ല, അതിപ്പോ ഏത് പാട്ടിലും അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ നമുക്ക് പോപ്പ് കൾച്ചറിൽ എന്താണ്, ഏത് പാട്ട്, ഏത് തരം പാട്ടുകളാണ് ആൾക്കാർ കേൾക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ അത് അങ്ങനെയുള്ള ആളുകൾക്കും ഇഷ്ടമല്ല. എല്ലാ പാട്ടുകളും നല്ല പാട്ടുകൾ തന്നെ, എല്ലാവരും എല്ലാ പാട്ടുകളും കേൾക്കുന്നുണ്ട്. ഈ പാട്ടുകൾ ഒരു അശ്രീകരങ്ങളാണ് എന്നുള്ള കാഴ്ചപ്പാടൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ അതൊരു ആൾക്കാരുടെ വീഡിയോകളുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് ഡ്രോയിങ് റൂമുകളിൽ കേൾക്കുന്ന പാട്ടുകളായിട്ട് ഇത് മാറി. ആൾക്കാര് വീട്ടില്, എനിക്ക് തോന്നുന്നു കുട്ടികളാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. തീർച്ചയായിട്ടും അത് ശരിയാണത്. കുട്ടികൾക്ക് എല്ലാവർക്കും ഈ ആർട്ടിസ്റ്റുകൾ എല്ലാവരും അറിയാം. ആർട്ടിസ്റ്റുകളുടെ എല്ലാ എമേർജിങ് ചെറിയ ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിലും ഒരു മന്ത്ലി ഇവർക്ക് എല്ലാവർക്കും ഇവിടെ എല്ലാ ആർട്ടിസ്റ്റുകൾ എടുത്താണെങ്കിലും മന്ത്ലി ഒരു ക്ലോസർ ടു 1 million സ്ട്രീംസ് എല്ലാവരും ഉള്ള ഇന്ത്യൻ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് ഒരു 10-20 ആൾക്കാർ ഇവിടെ കാണും എന്ന് പറയുന്ന പോലെ ഇവിടുത്തെ മ്യൂസിക് സീൻ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. സ്പോട്ടിഫൈഡ് അങ്ങനെ ഗ്ലോബലി കുറച്ചുകൂടി ആ മ്യൂസിക് സീൻ മാറി കുറെ ഇതുപോലെയുള്ള ഇൻഡിപെൻഡന്റ് മ്യൂസിക് നമ്മുടെ മുന്നിലേക്ക് വരട്ടെ അല്ലേ? അങ്ങനെയല്ല വേണ്ട മൂസൻ? ഉറപ്പായിട്ടും. ഇപ്പം ഇന്ത്യ മ്യൂസിക്കില് നമ്മളിവിടുത്തെ ഹനുമാൻ കൈൻഡ് സൂര്യൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന പയ്യാണ് ഇപ്പോ ഗ്ലോബൽ ചാർട്ടിലൊക്കെ എവിടെ ഇരിക്കണമെന്ന് നമുക്ക് അറിയാം. അപ്പൊ നമ്മളിതിനെ ചരിത്രം റെക്കോർഡുകൾക്ക് പുറകെ റെക്കോർഡുകളാണ്. അതെ, കഴിഞ്ഞു. ആ സർപ്രൈസിന്റെ കാലം കഴിഞ്ഞു. ഇപ്പൊ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ പോലെ ടാബ്സി പാടിയ പോലെ മറ്റേ ആഗോള പെരുമ തനി ലോക്കൽ ഗരിമ എന്ന് പറയുന്ന പരിപാടി ആയി. അപ്പൊ ശരി, എന്തായാലും മൂസിൻ പറഞ്ഞ പോലെ വലിയ വലിയ റെക്കോർഡുകൾ നമ്മുടെ മലയാളികൾ തീർക്കട്ടെ. ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന് കേരളത്തിൽ വലിയ ഇടമുണ്ടാകട്ടെ. ബേബിജിന് അടുത്ത തവണ കാണുമ്പോൾ എങ്കിലും ഒരു പാട്ട് ഈ നാണൊക്കെ മറിച്ച് പാടും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ ശരി, വളരെയധികം നന്ദി മൂസിൻ പെരേര, അതോടൊപ്പം തന്നെ മൂസിൻ പരാരി, അതോടൊപ്പം തന്നെ ബേബിജിൻ, അജ്മൽ നമുക്കൊപ്പം വന്നതിന് ചേർന്നതിന്.